അല്ല, അവളുടെ കാര്യം എങ്ങനെ? ശരിക്കിട്ട് അവക്ക് കൊടുത്തോ ആ നന്ദിനിക്ക്? കൊടുത്തു മാഡം. അവളിനി ഒരു മാസത്തേക്ക് തലപൊക്കി നടക്കില്ല. ആ തരത്തില ഞങ്ങൾ തല്ലിയത്. എനിക്ക് ഇത് കേട്ടാ മതി. ഇതിൽ പരം മറ്റൊരു സന്തോഷം എനിക്ക് കേൾക്കാനില്ല. ആ പിന്നെ നിങ്ങളുടെ ഫണ്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ആ നോക്കി. ആ വന്നു മാഡം. എന്താ മാഡം ഇങ്ങനെ ചിരിക്കുന്നത്? അല്ല, ഞാനേ ആ നന്ദിനിയുടെ കാര്യം ഓർത്ത് ചിരിച്ചതാ. ഞൊണ്ടി ഞൊണ്ടിയുള്ള അവളുടെ ആ നടപ്പേ. ഇനി കുറച്ചു കാലത്തേക്ക് ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി അവൾ നടക്കട്ടെ. മാഡം, ആ ആഭരണപ്പെട്ടി തുറന്നു നോക്കിയില്ലല്ലോ. ആ അയ്യോ, അത് ശരിയാണല്ലോ. ഇതെന്താ? ഇത് പെട്ടി. ഇതാണ് ആഭരണപ്പെട്ടി. ഇത് ആഭരണ പെട്ടിയോ? ഇതിന് പറയുന്നതേ കാലിപ്പെട്ടിന്നാ. ഇതായിരുന്നു മാഡം ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടി. എവിടെയോ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. കുഴപ്പം പറ്റിയത് നിങ്ങൾക്കാ. ഞങ്ങൾക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. മാഡം പറഞ്ഞ കാർ നമ്പർ. ആ കാറിലുണ്ടായിരുന്ന സ്ത്രീയെ ഞങ്ങൾ തല്ലി ഒതുക്കിയ ഈ പെട്ടി കൈക്കലാക്കിയത്. അയ്യോ, പൊയ്ക്കോ. വന്നു വന്നിന്റെ വീട്ടിൽ തെരുവുകുണ്ടകളും കയറിയിറങ്ങി തുടങ്ങിയോ? മാനാഭിമാനത്തോടെ ജീവിക്കുന്നവനായി ഈ മാധവൻ നമ്പ്യാർ. സംസ്കാര സമ്പന്നതയോടെ ഇതേവരെ ജീവിച്ചയാളാ ഞാൻ. എന്റെ ഈ വീട്ടില് നീ തെരുവുകുണ്ടകളെ വിളിച്ചു കയറ്റി. ആ, എന്റെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട്. അത് നീ മനസ്സിലാക്കണം. ഇത് എന്റെയും കൂടി വീടാ. ഇത് നിന്റെയും കൂടി വീടാണെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് നീ ജീവിക്കണം. എന്താ, നീ അതിന് തയ്യാറാണോ? ഈ വീടിനും ഇവിടുത്തെ സ്വത്തുക്കൾക്കും എനിക്കും കൂടി അവകാശം ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? ഞാനതിന് തയ്യാറാകണ്ടേ? ഈ വീടും ഇവിടുത്തെ സ്വത്തുക്കളും നിലവിൽ കെ മാധവൻ നമ്പ്യാർ എന്ന എന്റെ പേരില. അത് എന്റെ അനന്തരാവകാശികളിൽ ആർക്കു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പൊതുമര്യാദകൾ പോലും ലംഘിച്ച് ജീവിക്കുന്ന ഒരു മക്കൾക്ക് പോലും എന്റെ വിൽപത്രത്തിൽ സ്ഥാനമുണ്ടാവില്ല. കിട്ടിയില്ലെങ്കിലേ മേടിക്കാൻ എനിക്കറിയാം. എന്റെ നേരെ നിന്റെ ഒരു വെല്ലുവിളികളും വിലപ്പോവില്ല. വെല്ലുവിളിച്ചാൽ നീ ഈ പടിക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. ഇളയ മകളെ എഴുതി തള്ളിയതുപോലെ നിന്നെയും എന്റെ മനസ്സിൽ നിന്ന് എഴുതി തള്ളും. കരുതിയിരുന്നോ? ഇറങ്ങ്. പിടിച്ചിറക്കിയേ പറ്റൂ രാമേട്ടാ. മോനെ കാർത്തിക് പിടിക്ക്. അയ്യോ 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 അയ്യോ, അവരൊത്തിരി ഉപദ്രവിച്ചോ രാമഭദ്ര? സംഭവ സ്ഥലത്ത് ഞങ്ങൾ ഇല്ലായിരുന്നല്ലോ അമ്മേ. സാവിത്രി വിളിച്ച് പറഞ്ഞിട്ടല്ലേ ഞാനും കാർത്തി അങ്ങോട്ട് ഓടി ചെല്ലുന്നത്.
ഏതായാലും ആരാണ്ട് മുൻ വൈരാഗ്യം തീർത്തതാ. ശരിക്കും തല്ലിയിട്ടുണ്ട്. ഇഞ്ചി ചതയ്ക്കും പോലെ ആരും എടുത്തിട്ട് ചതച്ചത് കണ്ടാൽ അറിയാം. 2 ദിവസത്തിനകം ശരീരം മൊത്തം നീര് വന്ന് വീർക്കും. ഏതായാലും തള്ളക്ക് കിട്ടേണ്ടത് കിട്ടി. എന്റെ ദൈവമേ, ഏതോ ഗുണ്ടകളെടുത്ത് പെരുമാറുന്ന ഞാൻ കേട്ടു. പക്ഷേ അത് ഇത്ര ഭീകരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് ഫുട്ബോൾ അടിക്കും പോലെ അടിച്ചു കളഞ്ഞല്ലോ. തല്ലാൻ വെപ്രാളമുള്ള ഗുണ്ടകളായിരുന്നോ? നടുവിന്റെ ഇടത് ഭാഗത്തൊരു മിന്നല്. ആ മിന്നല് വന്ന് കേറിയതേ ശിരസിലേക്ക്. അയ്യോ, കരയാതമ്മായി. വിധിയെ നമുക്ക് തടുക്കാൻ പറ്റുമോ? ദൈവം തരുന്നതൊക്കെ കൈനീട്ടി സ്വീകരിക്കണമെന്നാ മുത്തശ്ശി പറയാറ്. ഏതായാലും ദൈവം ഈ കൊടുത്തത് ഇത്തിരി കടുകട്ടിയായി പോയി അല്ലേ? ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ വെക്കല്ലേ ദൈവമേ. മീനാക്ഷിയും മാലുവും കൂടെ എന്നെ ആക്കുവാണോ? അയ്യോ അല്ല. എന്താ സാവിത്രി ചേച്ചി ഈ പറയുന്നേ? മീനാക്ഷി ചേച്ചി എന്തെങ്കിലും പറഞ്ഞാലേ അതിന് ന്യായമായ ഒരു കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിന് ഞാൻ ചേച്ചി ആക്കി സംസാരിക്കുന്നത് എന്തിനാ? നമ്മൾ തമ്മിൽ എന്ത് ശത്രുതയാ? അല്ല, സത്യത്തിൽ എന്താ സംഭവിച്ചത്? അതെ, അതൊന്ന് കേക്കട്ടെ. ഗുണ്ടകൾ എങ്ങനെയാ കൈകാര്യം ചെയ്തതെന്നും ആ ഗുണ്ടകൾ ആരൊക്കെയാണെന്നും നമുക്കൊന്നും അറിയണമല്ലോ. പറ ചേച്ചി. ബാങ്കിൽ നിന്ന് ഞാൻ സ്വർണമായിട്ട് കാറിൽ കയറി. ഓ, തടിമാടന്മാരായ ചിലര്, അവരെത്ര പേരുണ്ടെന്ന് പോലും എനിക്കറിയില്ല, പിടിച്ചിറക്കി സ്വർണം തട്ടിയെടുത്ത് എന്നെ അങ്ങോട്ട് മുച്ചൂടും തല്ലുമായിരുന്നു. എന്ത് കാര്യത്തിനാ തല്ലുന്നെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അതിന് അവന്മാരെന്നെ ഒന്ന് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ ചോദിക്കാൻ? ഞാൻ അന്തരീക്ഷത്തിൽ കിടന്ന് ഇങ്ങനെ അമ്മാനമാടുമായിരുന്നു. ഓ, തല്ലെന്ന് പറഞ്ഞ ഇതാ തല്ലു. ചാളം പോലെ അടിച്ചു കളഞ്ഞില്ലേ. സാവിത്രി, അവരൊത്തിരി ഉപദ്രവിച്ചായിരുന്നോ? ഇവളുടെ ഒറ്റയാളുടെ പ്രാക്ക. ഞാൻ കാരണമാ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞിട്ടല്ലേ എന്റെ അമ്മ ബാങ്കിലേക്ക് പോയത്. അതിന് ACP തെറ്റുകാരനൊന്നും അല്ല. കിട്ടാനുള്ളത് ഓരോരുത്തർക്കും കിട്ടേണ്ട സമയത്ത് കിട്ടും. കിട്ടിയേ പറ്റൂ. മതിയടി കളിയാക്കിയത്. ഇതെന്തോന്ന് വടക്ക് നോക്കി യന്ത്രോ? എന്റെ ഈ അവശത മാറുന്ന ഒരു ദിവസം വരും. അന്ന് ഇതിനെല്ലാം ഞാൻ കണക്ക് ചോദിച്ചോളാം. ശവത്തെ കുത്തരുത്. ഞാൻ കൊടുക്കേണ്ടത് ഗുണ്ടകൾ കൊടുത്തു, അത്രേ ഉള്ളൂ. രാമേട്ടാ, സ്വർണം മുഴുവൻ കളഞ്ഞു കുളിച്ചു അല്ലേ? ഒരു മൊട്ടുകമ്മല് പോലും അവന്മാര് തന്നില്ല. എല്ലാം കൊണ്ടകള് കൊണ്ടുപോയി. തറവാട്ടിലെ പരമ്പരാഗതമായ സ്വർണങ്ങളാ എല്ലാവർക്കും അവകാശപ്പെട്ടതും. അത് ഒരാളുടെ പിടിപ്പുകൊണ്ട് കളഞ്ഞു കുളിച്ചില്ലേ? പിന്നെ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ. എല്ലാത്തിനും പുതിയ അവകാശികളല്ലേ. എന്തായാലും സ്വർണം കൊണ്ട് കളഞ്ഞത് മോശമായിപ്പോയി. ഇവിടുത്തെ സ്വർണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അമ്മേ. ആഭരണം നഷ്ടപ്പെടാതിരുന്നതിന് സന്തോഷിക്കല്ലേ അമ്മ വേണ്ടത്?
ആഭരണങ്ങള് ഞാൻ എന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്നു. അതിനി സാവിത്രി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അമ്മ ഇന്ന് വരെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്തിട്ടുണ്ട്. ഈ സ്വർണ്ണ എന്റെ അമ്മയെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കായതുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് മാത്രം. ഹാ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എനിക്കൊരു നീതിയുള്ളതുകൊണ്ട് ദൈവം എന്റെ ഭാഗത്തെ നിൽക്കൂ. ഇതാ അമ്മ സ്വർണ്ണാഭരണങ്ങൾ. എനിക്ക് ഗുണ്ടകളുടെ ഇടിയും നാണക്കേട് ശരീരനാശവും ഫലം. കൊള്ളാം. സൂക്ഷിച്ച്. അയ്യോ അമ്മേ, പതുക്കെ. അയ്യോ അമ്മേ, ഒന്നുമില്ല. അയ്യോ അമ്മേ, അയ്യോ. ശരീരം നുറങ്ങുന്നു. എല്ല് പൊടിയുന്ന ശബ്ദമാണോ ഇപ്പൊ ടപ്പേന്ന് കേട്ടത്? ആണോ? അല്ല, അങ്ങനെയല്ല. അമ്മയ്ക്ക് നല്ല റെസ്റ്റ് വേണം. കഴുത്ത് കുറേ ദിവസത്തേക്ക് ഒരു കാരണവശാലും അനക്കരുത്. ഓ, ഡോക്ടർ പറഞ്ഞൊക്കെ അനുസരിക്കണം. ആരോടും ഒരു വഴക്കിനും വയ്യാവേലിക്കും പോവാതെ സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കണം. ഭക്ഷണവും മരുന്നുമൊക്കെ അമ്മയുടെ അടുത്ത് എത്തിച്ചേരാം. അതെ സാവിത്രി, നിന്റെ നാക്കിന് കുറച്ചു ദിവസത്തെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ദയവായിട്ട് തന്നൊരു അവസരമായത്. അതുകൊണ്ട് ശാന്തമായിട്ട് ഇവിടെ ഇരിക്കും. അല്ല സാവിത്രി, രാമായണോ ഭാഗവതോ എന്തെങ്കിലും കൊണ്ടുവരണോ? അല്ല, നിന്റെ ശിഷ്ട ജീവിതത്തില് ഇനി അതൊക്കെയാ വേണ്ടത്. എന്റെ മൊബൈലിലെ വല്ല കൊലപാതക സിനിമയൊക്കെ ഞാനിരുന്ന് കണ്ടോളാം. ഓ, അപ്പൊ ഗുണ്ടകളെ വീണ്ടും കണ്ടുമുട്ടേണ്ടി വരും. ഓരാമേട്ടാ, ഹൈഫൈ. പോകുന്നുണ്ടോ? പോവാ, പോയി. ബാങ്കിൽ പോണ്ടായിരുന്നു. വരാനുള്ളത് വഴി താങ്ങോ? അയ്യോ അമ്മേ, എന്തൊരു മണം. അല്ല, അമ്മായിക്ക് എന്തൊക്കെ കഴിക്കുന്ന ഡോക്ടർ പറഞ്ഞേ? കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാല്ലേ? പയറുതോറും പോലും കഴിക്കരുത്. ഈ പൊരിച്ച ചിക്കനൊക്കെ എന്തോ ഒരു ടേസ്റ്റ്. പകരം വീട്ടല്ലേടി? അതെ, എന്താ സംശയം? എനിക്കിട്ട് തന്നതിനൊക്കെ ഞാൻ പലിശ സഹിതം തിരിച്ചു തരും. അതിന് യാതൊരു സംശയം വേണ്ട. അമ്മ, സാവിത്രി സുഖമില്ലാതിരിക്കല്ലേ? കളിയാക്കല് നിർത്താൻ മീനാക്ഷിയോട് പറയണം. അവള് പകരം വീട്ടട്ടെ മോളെ. മീനാക്ഷി അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ടവള്. കിട്ടട്ടെ നന്നായിട്ട്. എന്തൊരു ടേസ്റ്റ്. എടീ, എല്ലാ കാലത്തും ഞാനീ ഇരിപ്പിരിക്കില്ല. എഴുന്നേറ്റ് വരും ഞാൻ. അന്നതിന് ഞാൻ നിന്നോട് കണക്ക് തീർത്തിരിക്കും. അതെ, പല്ലും നഖവും പോയ പുലിയാ നിങ്ങള്. എഴുന്നേറ്റ് വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ കിടന്നു. എന്തൊരു ടേസ്റ്റ്.
അമ്മയും മകളും ചേർന്ന് എന്നെ വേദനിപ്പിക്കുകയാണോ? ഏതമ്മ? ഏത് മകൾ? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ അമ്മയും ദേവിയും കുറിച്ചാ. എങ്ങനെ വേദനിപ്പിച്ചു എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ എന്തും തീരുമാനിച്ചോട്ടെ, പക്ഷേ ആ ഗിരീഷിനെ ഇവിടെ താമസിപ്പിക്കാൻ ദേവി സമ്മതിക്കരുതായിരുന്നു. ഓ അങ്ങനെ. അതൊക്കെ അമ്മയുടെ തീരുമാനാ. അതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. മാത്രമല്ല അമ്മ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഞാൻ എന്തിനു കയറി ഇടപെടണം? ഈ വീട്ടിൽ എന്നെക്കാളും വലിയൊരു സ്ഥാനം അയാൾക്ക്. ഞാൻ ആരുമല്ല, അയാൾ അമ്മയുടെ മൂത്ത മകനാണത്രേ. അയാൾ ഇവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. എങ്കിലത് തുറന്ന് അമ്മയോട് പറഞ്ഞൂടെ? ദേവി പറഞ്ഞാ മതി. ഞാൻ പറയില്ല. അമ്മയുടെ ധിക്കാരം പറയാനൊന്നും ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ടാ അയാളിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലാത്തത്? അത് ദേവിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൊസസീവാ. ദേവിയോട് ഒരാൾ കൂടുതൽ സംസാരിക്കുന്നതും ഇടപെടുന്നതും എനിക്കിഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യണമായിരുന്നു? സ്വന്തം ഭാര്യയായി ഞാൻ ഈ തറവാട്ടിൽ നിൽക്കുമ്പോ മറ്റൊരു പെണ്ണിനെ മാലയിട്ട് സ്വീകരിച്ച് എന്റെ കൺമുന്നിലേക്ക് കൊണ്ടുവന്ന ആളാ നിങ്ങള്. ഹൃദയം തകർന്ന് ഞാനിവിടെ നിന്നപ്പോ ഒന്ന് ആശ്വസിപ്പിക്ക പോലും ചെയ്യാതെ ആ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ പോയ വലിയ മനുഷ്യനോ നിങ്ങള്? ഈ പൊസസീവ്നെസ് എന്ന വികാരം നിങ്ങൾക്ക് മാത്രം ഉള്ളതാണോ? ഏത് പെണ്ണിനെയും ഭാര്യയായി സ്വീകരിക്കാമെന്ന അവകാശവും നിങ്ങൾക്ക് മാത്രം സ്വന്തമാണോ? എനിക്ക് നിങ്ങളോട് പകയോ പ്രതികാരോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ എനിക്ക് തന്ന സങ്കടങ്ങൾ എന്റെ മരണം വരെ എന്നെ വേദനിപ്പിക്കുന്നതാ. മീനാക്ഷി, ഇങ്ങി വാ. എന്താ അമ്മേ? ഇന്ന് പകല് മറ്റൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞങ്ങള് ബാങ്കിൽ ചെന്നപ്പോ ഒന്നെ അത് മൈഥിലി തന്നെയാണെന്ന എന്റെ ഉറച്ച വിശ്വാസം. അവര് രണ്ടുപേരും ഈ പരിസരം വിട്ട് അധിക ദൂരമൊന്നും പോയിട്ടില്ലമ്മേ. എന്റെ സംശയം ശരിയാണെങ്കിൽ മൈഥിലിത ഈ അഡ്രസ്സിലുണ്ട്. TC23. ആ ഇത് തന്നെയല്ലേ മണിയമ്മയുടെ അഡ്രസ്? ആണോ? അതെ. അപ്പൊ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം മൈഥിലി അവിടെ തന്നെ ഉണ്ടെന്ന്. തീർച്ചയായും ഉറപ്പിക്കാമേ. കാരണം ആ വീഡിയോ കോളിനിടയില് ഞാൻ ആ മൈഥിലിയെ പോലെ ഒരുത്തിയെ അവിടെ കണ്ടത് തന്നെയാ. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. നാളെ അമ്മയ്ക്ക് വേണ്ട ഉപകരണങ്ങള് അവര് തരാമെന്ന് പറഞ്ഞ ദിവസം നാളെ തന്നെ ഞാൻ അങ്ങോട്ട് പോവാ. മോളെ, എല്ലാം ബുദ്ധിപൂർവ്വം തന്നെ കൈകാര്യം ചെയ്യണേ. അമ്മ പേടിക്കണ്ട, ഞാൻ അങ്ങനെ ചെയ്യൂ. നമ്മൾ വിരിക്കുന്ന വലയില് ആ മൃഗം വന്ന് കുടുങ്ങും.
മുത്തേ പൊന്നേ, എന്തുവാ വാവേ, എന്തുവാ? എന്റെ മുത്തിന് മുത്ത് പിറന്നു വീണപ്പോ തന്നെ തേച്ചിട്ട് പോയ ആ സ്നേഹമയായ അമ്മയുണ്ടല്ലോ, ആ നെറികെട്ടവള് ഒരിടത്തുണ്ട് പൊന്നെ. ഈ അമ്മ ചെന്ന് അവളുടെ മുഖം നോക്കി ഒരു പെട കൊടുക്കട്ടെ. കൊടുക്കാനോ? മിടുക്കി. അവള് ഒരിടത്തുണ്ടെന്ന് ഈ അമ്മയുടെ ഒരു സംശയം മാത്രമാ. എന്നാലും ഈ അമ്മ പോവാൻ തീരുമാനിച്ചു. പക്ഷേ എന്റെ ഈ പനച്ചക്കരയെ ആരെ ഏൽപ്പിച്ചിട്ട് പോവും? എന്റെ അമ്മയും മുത്തശ്ശിയൊക്കെ നിന്നെ പൊന്നുപോലെ നോക്കുമായിരുന്നു. പക്ഷെ നിന്റെ അച്ഛൻ ഒരു കാർക്കോടകനായി പോയില്ലേ? ഒരച്ഛമ്മയുള്ളതാണെങ്കിൽ പോയിസൺ. എന്തു ചെയ്യും പൊന്നെ? ഞാൻ പോയാ നീ കരയോ വിഷമിക്കുകയോ ഒക്കെ ചെയ്യുവോ? ഒരു നമ്പർ 1 ഐഡിയ കിട്ടി, അത് ഉപയോഗിക്കാം.